ഗൗതം അനന്തനാരായൺ ഒരു ഫൈനൽ വേർഡിനായിട്ട് ഒറ്റ കാര്യം അമ്പാടി പറഞ്ഞെടുത്തുന്ന അതിനൊരു കൺക്ലൂഷന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടി മരണത്തിന് മുമ്പും അമ്മയെ വിളിച്ചിരുന്നു, മരണത്തിന് തലേന്നും അമ്മയെ വിളിച്ചിരുന്നു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു, എനിക്ക് പരമസുഖമാണ്, ഞാൻ പരീക്ഷ നല്ലവണ്ണം എഴുതി, ഞാൻ ഇന്ന ദിവസം ഇവിടെ എത്തും എന്ന് പറഞ്ഞിരുന്ന ദിവസം തന്നെ എത്തി. പക്ഷേ വന്നത് ജീവനില്ലാത്ത ശരീരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരാതി പറഞ്ഞിരുന്നില്ല, അമ്മയോട് സംസാരിച്ചിരുന്നു. ഇത് പറയുന്നത് ആരാണ്? കുടുംബമാണോ, കുടുംബത്തിൽപ്പെട്ടവരാണോ, സുഹൃത്തുക്കളാണോ? അമ്പാടി പറഞ്ഞനുസരിച്ച് മുൻകൂട്ടി ശരി, നമുക്കിപ്പോഴും അറിയത്തില്ല, നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകളെ അറിയാവുള്ളൂ, അന്വേഷണം നടക്കുന്നു. പക്ഷെ ഇവിടെ ഇരുന്ന് നമ്മൾ ഈ അഡ്വാൻസ് ന്യായീകരണം എന്തിനാണ്? ഗൗതം പറഞ്ഞു തുടങ്ങിയിടത്തുനിന്നും അമ്പാടി നിർത്തിയിടത്തുനിന്ന് ഞാൻ ചോദിക്കുകയാണ്. അഡ്വാൻസ് ന്യായീകരണത്തിന്റെ കാരണം എന്ന് വെച്ചാൽ ലവ് ജിഹാദ് ഇല്ല കേട്ടോ, കേരള സ്റ്റോറി പ്രൊപ്പഗണ്ടയാണ് കേട്ടോ, ഇതാണല്ലോ ഇവിടുത്തെ ഒരു പൊതു നരേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ ലവ് ജിഹാദോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കേസുകൾ ഒരിക്കലും തെളിയിക്കപ്പെടരുത് എന്നത് കേരളത്തിൻ്റെ ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയൊക്കെ ആവശ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ആണല്ലോ കോതമംഗലത്ത് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി സമാനമായ രീതിയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സോന എൽദോസ് എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അപ്പോൾ ആ കുട്ടിയുടെ കേസ് അതെവിടെ എത്തി നിൽക്കുന്നത്? അല്ലെങ്കിൽ ഇതിന് മുൻപ് ലവ് ജിഹാദിൽപ്പെട്ട് എത്രയോ പെൺകുട്ടികൾ, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിട്ടുള്ള എത്രയോ കുട്ടികൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ജീവിതം ദുരൂഹ സാഹചര്യത്തിൽ ഇല്ലാണ്ടായി. എവിടെ അന്വേഷണം? അപ്പോൾ ആ അന്വേഷണം എങ്ങും എത്താത്തത് തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചർച്ചകളിലാണെങ്കിൽ തന്നെ വന്ന് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികൾ ചോദിക്കുന്നത് എന്താ? ലവ് ജിഹാദിന് തെളിവുണ്ടോ എന്നാണല്ലോ ചോദിക്കുന്നത്. ലവ് ജിഹാദ് ഉണ്ട് എന്നതിന് എന്താണ് തെളിവ്? ഈ തെളിവ് എങ്ങനെയാണ് വരേണ്ടത്? ഇതുവരെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ ഏതെങ്കിലും കേരള പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിക്കും, വരുത്തും. അതായത് നമുക്കിപ്പം നിമിഷ ഫാത്തിമയുടെയും ഈ പറയുന്ന ബെസ്റ്റി സബാഷിന് ഈ പെൺകുട്ടികളെ പറ്റിയുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്? അത് IS റിക്രൂട്ട്മെന്റ് അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസിയാണ്. അതുകൊണ്ടാണല്ലോ നിമിഷ ഫാത്തിമയാണെങ്കിലും സോണിയ സബാഷിനൊക്കെ ആണെങ്കിലും ഇവർ സിറിയയിലേക്ക് ആദ്യം പോയെന്നും പിന്നീട് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ട് എന്നുമൊക്കെയുള്ളൊരു വ്യക്തത നമുക്കുണ്ട്. കാരണം IS റിക്രൂട്ട്മെന്റ് അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസികളാണ്, NIA ഉൾപ്പെടെ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കേസുകളിൽ ലവ് ജിഹാദിനായി ഈ പെൺകുട്ടികൾ വിദേശത്തേക്ക് പോയി ഇവരിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ തടവിലാണ്. അതിൻ്റെ അപ്ഡേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് വെച്ചാൽ എന്താ? ഈ കൊണ്ടുപോയ പെൺകുട്ടികളുടെ പലരുടെയും ഭർത്താക്കന്മാർ അവിടെ പൊട്ടിത്തെറിച്ചു ഹൂറികളുടെ അടുത്തെത്തി. ബാക്കി ഇവരിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ എവിടെയോ തടവിലാണ്. അതിൻ്റെയൊക്കെ അപ്ഡേഷൻ ഉണ്ട്, കാരണം അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ലവ് ജിഹാദിൻ്റെ ഭാഗമായി ഇരകളാക്കപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. കേരള പോലീസിന് താല്പര്യമില്ല. കാരണം ഇത് പ്രൊപ്പഗണ്ടയാണെന്ന് പറയാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. സാവരിയ ബസന്തിന്റെ കാര്യത്തിൽ ഈ കൃത്യമായി ഇടപെടാൻ കേരളത്തിന്റെ LDF-ഉം UDF-ഉം നമ്മുടെ ഭരണകൂടവും അതുപോലെ പ്രതിപക്ഷവും തയ്യാറാകുന്ന പോലെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ളതാണ്. അതിനൊരൊറ്റ കാരണം മാത്രം, പ്രതിയുടെ പേര്, പ്രതിയുടെ സ്ഥലം, പ്രതിയുടെ സമുദായം. സമയക്കുറവ് മൂലം റൈറ്റ് സൈഡിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചർച്ച തീരുന്നില്ല, ഈ അന്വേഷണവും തീരുന്നില്ല, ഈ ശബ്ദവും നിലയ്ക്കുന്നില്ല.